വാങ്ങിക്കുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കാരണം ഗ്ലോബൽ വോളറ്റിലിറ്റി ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു സെക്ടറാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബാങ്ക്സ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രേഡിങ്ങിൽ ആഗോളതലത്തിൽ തന്നെ വളരെയധികം എന്താ പറയുക, റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട്. ബാങ്കിൻ്റെ കടം കൊടുത്ത ആ ഒരു സെക്ടർ ഏതാണെന്ന് നമുക്ക് കുറേയൊക്കെ അവരുടെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളും പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ കൂടുതലുണ്ടെങ്കിൽ ഡീഫോൾട്ട് കൂടുതലായിരിക്കും. നമ്മുടെ 2008 ആ ബബിൾ, മോർട്ട്ഗേജ് ബബിൾ ഉണ്ടായതും ഇതുകൊണ്ട് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ റിയൽ എസ്റ്റേറ്റ് എക്സ്പോഷർ അവർക്ക് കൂടുതൽ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ബാങ്കുകൾ വളരെ വൾണറബിൾ, അതായത് അവ എന്താ പറയുക, ബാങ്ക്രപ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട്